കോടികൾ വാങ്ങി വേഗം പുസ്തകം വീണതന്ത്രിക വീഴ്ത്തി തന്ത്രം കവി കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു ബി.ജെ.പി. ദേശീയോജ്വല താരകമന്ത്രം തരുന്നു ബി.ജെ.പി. മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു ബി.ജെ.പി. ദേശീയോജ്വല താരകമന്ത്രം തരുന്നു ബി.ജെ.പി. ഉടച്ചു വാർക്കുക നാം ഈ കേരള നാടിൻ വികസന സരണി ഉടച്ചു വാർക്കുക നാം ഈ കേരള നാടിൻ വികസന സരണി അതിനു വേണ്ടി കടയുക നാം ഈ പോരാട്ടത്തിൻ അരണി പോരാട്ടത്തിൻ അരണി പോരാട്ടത്തിൻ അരണി കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു വീറേറുന്നൊരു മുന്നേറ്റത്തിനു വരുന്നു ബി.ജെ.പി. വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു ബി.ജെ.പി. വീറേറുന്നൊരു മുന്നേറ്റത്തിനു വരുന്നു ബി.ജെ.പി. വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു ബി.ജെ.പി. ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി ചരിത്രവേള ഇതഭിമാനത്താൽ തുടിപ്പു കേരള ജനനി തുടിപ്പു കേരള ജനനി തുടിപ്പു കേരള ജനനി കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു
സൂര്യവസന്തം വിരിയുന്നു, സൂര്യവസന്തം വിരിയുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. അധികാര സൗഭാഗ്യം ആസ്വദിച്ചിടുന്ന ഖദറിട്ട കാപട്യവർഗം, അടിയാള ജനതയുടെ ആത്മരോഷം വിറ്റ മാർക്സിസ്റ്റ് മാടമ്പി സംഘം. ഇനി വേണ്ട ജനദ്രോഹ മുന്നണികൾ രണ്ടും ഈ കേരളത്തിൻ പുണ്യഭൂവിൽ. അതിവേഗം അതിനായി പടപ്പുറപ്പാടിനായി കാലം വിളിക്കുന്നു നമ്മെ. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. പരിവർത്തനത്തിന്റെ പടനയിച്ചെത്ര പേർ ഇടനെഞ്ചിൽ മുറിവേറ്റു വീണു. അധികാരവർഗം പണിഞ്ഞിട്ട തടവറയിൽ ഒരുപാട് സ്വപ്നം പിടഞ്ഞു. ഇല്ല തകർന്നില്ല കേരളക്കരയിലെ BJP തൻ സംഘശക്തി. അലയടിച്ചിളകുന്ന കടലിരമ്പുന്ന പോൽ അത് വരികയാണ് അഭയമായി. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ ബന്ധമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി ഊരിരുട്ടെടുത്തു മുഗ്രസൂര്യനായി.
പിടിച്ചൊരിടതു ഭരണമേ, വഴിപിഴച്ചു പോയ നിങ്ങൾക്കന്ത്യമായിതാ. ഖദറണിഞ്ഞു നാട് വിറ്റ കേന്ദ്ര ഭരണമേ, ഭാരതത്തിനെ ചതിച്ച ധനിക വർഗമേ, ജനഹൃദയങ്ങളിൽ മൃതിഭൂമി നിങ്ങൾ. ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം, ജയകാഹളം, ജനകാഹളം. BJP, 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 BJP വരികയാ, ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ. കലിപിടിച്ചൊരക്രമക്കരുത്തു കാട്ടിയും സ്ഥിതി സമത്വ തത്വശാസ്ത്ര ചുതി പരത്തിയും ഇനിയും ഈ പിറന്ന മണ്ണിൽ നിണമൊഴുക്കുവാൻ അനുവദിക്കയില്ല. ഞങ്ങളാണു രക്ഷകർ, ഈ മലയാളത്തിൻ മാനം കാക്കും ഞങ്ങൾ. ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം, ജയകാഹളം, ജനകാഹളം. BJP, 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 BJP വരികയാ, 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 ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി കൂരിരുൾക്കെടുത്തു മുഗ്രസൂര്യനായി. BJP, 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 BJP വരികയാ, 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 ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ, ഞങ്ങൾ വരികയാ. തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം, ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുജനനമതാകാനുണരാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം, ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുജനനമതാകാനുണരാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം.
അഭിമാനമോടണിചേരുക നാം, നവകേരള രചനയ്ക്കായി ഉയിരേകുക നാം. അടിപതറരുതര നിമിഷം കളയരുതിനി നാം, അടരാടുക വിജയ വഴിയിൽ അഭിമാനികൾ നാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം, സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം. ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുജനനമതാകാനുണരാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. അതിഗൂഢതമസ്സിൻ സുതരണിചേർന്നിടവേ, പരിപാവനമീ നാടിനെതിരുകൾ പണിയേ. ഇരുമുന്നണിയൊരുമേ ചേർന്നവരെ പുണരേ, അതിനെതിരെ പടപൊരുതുക പോരാളികൾ നാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം, സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം. ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുജനനമതാകാനുണരാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഒന്നും നോക്കാതെയുള്ള പിന്തുണ, ആ പിന്തുണ നൽകിക്കൊണ്ട് പാലക്കാടിന്റെ വികസനം മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാൻ, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടെ രണ്ട് മാതൃകകളാണുള്ളത്. ഒന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണത്തിന്റെ ഉദാത്തമായ മാതൃക. ആ മാതൃക അഴിമതിരഹിതമായ ഭരണത്തിന്റെ മാതൃകയാണ്, വികസനോന്മുഖമായ ഭരണത്തിന്റെ മാതൃകയാണ്, യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാത്ത ഒരു വികസനത്തിന്റെ മാതൃകയാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി, എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കി, സ്വാർത്ഥ ലാഭമില്ലാതെ ജനക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും സർക്കാരും അതാണ് NDA സർക്കാർ. രണ്ടാമത്തെ മാതൃക LDFന്റെയും UDFന്റെയും സമാനമായ മാതൃകയാണ്. ആ മാതൃക ദുർഭരണത്തിന്റെ മാതൃകയാണ്, ജനവിരുദ്ധ നയങ്ങളുടെ മാതൃകയാണ്, അഴിമതി ഭരണത്തിന്റെ മാതൃകയാണ്, വർഗീയ പ്രീണനത്തിന്റെ ഉദാഹരണമാണ്. സർവത്ര കൊള്ള ചെയ്യുന്ന, കവർച്ച ചെയ്യുന്ന ഒരു സർക്കാരാണ് LDFനും UDFനും ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് ഈ രണ്ടിലേത് വേണം? മോദിയുടെ മാതൃക വേണോ, അതല്ല LDFന്റെയും UDFന്റെയും മാതൃക വേണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ശരിയായി പ്രതികരിച്ചാൽ കേരളത്തിന് രക്ഷയുണ്ട്. കേരളത്തിന്റെ വികസന പ്രതിസന്ധിക്ക് പരിഹാരമാവും. കേരളത്തെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാനാവും. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. കേരളത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാവും. കേരളത്തിലെ കർഷകരുടെ കണ്ണുനീർ വറ്റും. കേരളത്തിൽ സമഗ്രമായ പുരോഗതി, അഭിവൃദ്ധി ഉണ്ടാകും മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു കേരളമാണെങ്കിൽ. മോദിയെ തമസ്കരിക്കുമ്പോൾ കേരളത്തിന് മാത്രമായിരിക്കും നഷ്ടം. BJPക്കോ മോദിക്കോ ഒരു നഷ്ടവും ഉണ്ടാവില്ല. കേരളത്തിലെ ജനങ്ങൾ സ്വയം ആ നഷ്ടം ഏറ്റെടുക്കണോ, അതല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പുരോഗതിയുടെ നല്ല നാളെയിലേക്ക്, പുതിയ കേരളത്തിലേക്ക്, നമ്മുടെ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളം നമുക്ക് വീണ്ടെടുക്കണോ എന്നുള്ള ചോദ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത്. ഉറപ്പുണ്ട് എല്ലാവരും ഇത്തവണ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കും. കേരളം BJPക്ക് ബാലികേറ മലയല്ല, മോദിക്ക് ബാലികേറ മലയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. പിണറായി വിജയന്റെ കൊള്ള, അഴിമതി, മക്കൾ എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിനെതിരെ ആരാണ് അപ്പുറത്തുള്ളത്? പോകുന്നില്ല സുഹൃത്തുക്കളെ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണ്. CPMന്റെ ഒരു അഴിമതിയെയും എതിർക്കാൻ ത്രാണിയില്ലാത്തൊരു പാർട്ടിയാണ്. CPMന്റെ എല്ലാ അഴിമതികളുമായും സന്ധി ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പിണറായി വിജയനും VD സതീശനും പങ്ക് കച്ചവടക്കാരാണ്. അവർ എല്ലാ കവർച്ചയിലും പരസ്പരം സഹായിക്കുന്നവരാണ്. അവർ ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയക്കാരാണ്. അവരെ ഇനി ഇവിടെ പരീക്ഷിച്ചാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ വഴിയാധാരമാകും. അതുകൊണ്ടാണ് വിശ്വാസ്യതയുള്ള നേതൃത്വം, നരേന്ദ്രമോദിയുടെ നേതൃത്വം, അഴിമതിയില്ലാത്ത നേതൃത്വം, നല്ല ഭരണം കാഴ്ചവെച്ച നേതൃത്വം, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ, ആ NDA സർക്കാർ അത് കേരളത്തിലും ഉണ്ടാവണം. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം, കേരള പദയാത്രയുടെ സന്ദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളം. അതുകൊണ്ടാണ് കേരള പദയാത്രയ്ക്കെതിരെ കുപ്രചരണങ്ങളുമായി LDFും UDFും ചാനലുകളും സൈബർ ഗുണ്ടകളും എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. അവരോട് ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ: കുറുനരികൾ വഴി നീളം ഓരിയിടുക. ഞങ്ങളുടെ യാത്രാ സംഘം മുന്നോട്ട് തന്നെ, നരേന്ദ്രമോദിയുടെ യാത്രാ സംഘം മുന്നോട്ട് തന്നെ, കേരളം കീഴടക്കി മുന്നോട്ട് തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. അകത്താക്കും. സൂക്ഷിച്ചോ. കറുത്തവരെല്ലാം അങ്ങോട്ട് സൂക്ഷിച്ചോണം. കറുപ്പ് കണ്ടാൽ ഞങ്ങൾക്ക് പേടിയാ. ഈ ഇടവന്മാർക്ക് പേടിയാ കറുപ്പണ്ട. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെ കുറ്റം പറയാൻ, എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നമുക്ക് തരുന്ന ഈ കേന്ദ്ര സർക്കാരായ മോദി സർക്കാരിനെ കുറ്റം പറയാൻ എന്തെങ്കിലും അവകാശം ഇവറ്റകൾക്കുണ്ടോ? ഇവറ്റകൾക്ക് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അവകാശം? അധികാരത്തിന്റെ ശീതളച്ചായിൽ ജനങ്ങളെ മറന്ന് ഏകാധിപത്യം നടത്തുന്നവരുടെയും അധികാരമുഷ്ടിയും രാഷ്ട്രീയവും ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നല്ലേ MD അന്ന് പറഞ്ഞത്? അതെ. ഇങ്ങനെയുള്ളവരെ അങ്ങനെ പലതും പറയും. MD വാസുദേവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ, EMS ആരാണെന്ന് പോലും അറിയാതെ ആ CPMന്റെ മുതിർന്ന നേതാവ് പറഞ്ഞു. അതിന് രസകരമായ മറുപടിയാണ്. ഇല്ല, കമ്പനി പേരിൽ കോടികൾ വാങ്ങി വേന്ദ്രൻ പുത്രി വീണതന്ത്രിക വീട്ടിൽ
തന്ത്രം ചൊല്ലി ഈ വക കാര്യം കണ്ടും കേട്ടും മരുമകൻ ഈശ ദീർപ്പിച്ചിടാൻ ടൂറിസം തന്നെ നോട്ടം വെച്ച് കോടികൾ മുക്കി ഈ പരിഷ്കാരം കൊണ്ടിക വന്ന മിണ്ടാ പ്രാണികളൊക്കെ ചണ്ണയ്ക്കാമണികളൊക്കെ ഇതെല്ലാമാണ് പിണറായി സർക്കാരിന്റെ ഉണ്ടാവുന്നത്. ഈ പദയാത്രയോടനുബന്ധിച്ച് പാട്ടെല്ലാരും എടുത്തു പാടുവോ? പാടോ? എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണേ, നാടാകെ ചൊല്ലണേ, BJP തന്നെ വേണം, നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. പാട്ടിന് പാടി എല്ലാരും ചേർന്ന് പാടുക. ഓക്കെ, എല്ലാരും ചൊല്ലണേ, നാടാകെ ചൊല്ലണേ, BJP തന്നെ വേണം, നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. എല്ലാരും ചൊല്ലണേ, നാടാകെ ചൊല്ലണേ, BJP തന്നെ വേണം, നമ്മുടെ BJP, നമ്മുടെ BJP തന്നെ വേണം. കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കേരളത്തിലും താമരകൾ വിരിഞ്ഞുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഇന്ന് നവോത്ഥാനമെന്ത്, യഥാർത്ഥ ശാക്തീകരണമെന്ത് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയും യഥാർത്ഥ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് भारत माता के सुरेंद्रन के नरेंद्र मोदी जी के भारत माता के കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച കേരള പദയാത്രയാണ് ഇന്ന് ഇവിടെ തിരുവനന്തപുരം भारत माता के भारत माता के वंदे 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 स्वागतम सुस्वागतम सुरेंद्र जी के स्वागतम
സ്വാഗതം വന്ദേ 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 ഭാരത് മാതാ കി ഭാരത് മാതാ കി ഭാരത് മാതാ കി പോരാടി ഇരുന്നൂറിലധികം കേസുകളുമായി കൽത്തുറക്കിലടച്ച നൂറുകണക്കിന് ദിവസങ്ങൾ കാരാഗ്രഹവാസം അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഡാ ഫൈറ്റർ ശ്രീ കെ സുരേന്ദ്രൻ ഇതാ നമ്മുടെ പാലക്കാടിന്റെ മണ്ണിലേക്ക് കരിമലയുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ കേരള പദയാത്രയ്ക്ക് സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ എം ഹരിദാസ് അവരെ ക്ഷണിച്ചുകൊള്ളു. അധ്യക്ഷനും NDAയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ കെ സുരേന്ദ്രൻജി നയിക്കുന്ന കേരള പദയാത്ര ജനുവരി മാസം 27-ാം തീയതി ആരംഭിച്ച് നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് മുന്നണികളുടെയും അവസരവാദ നയങ്ങൾക്കെതിരെ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ കേരളം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ച് ഓളവക്കോട് ജംഗ്ഷനിൽ സമാപിക്കും. ഈ യാത്രയുടെ ഈ പൊതുപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CJ പത്മനാഭൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പി സുധീർ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ശ്രീ എൻ ശിവരാജൻ, അഡ്വക്കേറ്റ് രീതിയിലുള്ള ഇന്ത്യയുടെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ കേരള പദയാത്രയുടെ നായകനുമായിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർ ഈ കേരള പദയാത്രയുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള ദേശീയ സമിതി അംഗം ശ്രീ CJ പത്മനാഭൻ അവർ, BJPയുടെ ബഹുമാനിയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ എം ഹരിദാസ്, BDJSയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനുരാഗ്, ജില്ലാ
കേരളത്തിലെയും പാലക്കാടിലെയും സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന നടപടിയുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പോയിട്ടുണ്ട്. കേരളത്തിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വനവാസി മേഖലയായിട്ടുള്ള അട്ടപ്പാടി, ആ അട്ടപ്പാടി ഉൾപ്പെടുന്ന വനവാസി മേഖലയ്ക്കായിട്ട് നരേന്ദ്രമോദി സർക്കാർ 24,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അട്ടപ്പാടിയിലെ അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള നിരവധി പദ്ധതികൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ MP ആയിരുന്ന PVK ശ്രീകണ്ഠൻ പാലക്കാടിനായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയപ്പെട്ട ഒരു നേട്ടവും നടപ്പിലാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് സർവോർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ തുക കൊണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ തുക കൊണ്ട്. പാലക്കാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ 10,000 കോടി രൂപയുടെ ഫലമായിട്ട്. പാലക്കാട് നഗരസഭയിൽ 221 കോടി രൂപയുടെ അമൃത് പദ്ധതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയ പദ്ധതി. പാലക്കാടിന്റെ 7 നഗരസഭകളിൽ അമൃത് 2.0 പദ്ധതി പ്രകാരം 102 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. എന്തിനേറെ ശ്രീകണ്ഠന്റെ ഷൊർണൂർ നഗരസഭയിൽ ഭാരതപ്പുഴയുടെ സൗന്ദര്യ വൽക്കരണത്തിനായിട്ട് 5 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കേണ്ടി വന്നു. UPA സർക്കാരല്ല അനുവദിച്ചത്. ഞങ്ങൾ ഭരിക്കാത്ത പട്ടാമ്പി നഗരസഭയ്ക്ക് 6.5 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ സോളാർ തെരുവിളക്കുകൾ സ്ഥാപിക്കാനായിട്ട് നൽകിയിരിക്കുന്നു. അങ്ങനെ പാലക്കാടിന്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ അനുഗ്രഹവും സഹായവും പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. ആ സഹായം, ആ അനുഗ്രഹം, ആ കൈയച്ചുള്ള നരേന്ദ്രമോദിയുടെ സഹായം ഇനിയും പാലക്കാടിന് ലഭിക്കണം. പാലക്കാടിന്റെ പിന്തുണ മോദിജി വികസനത്തിൽ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ടെങ്കിൽ പാലക്കാടിന്റെ ഗ്യാരണ്ടി മോദിജിക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് നൽകാൻ കഴിയണം. ആ ഗ്യാരണ്ടി, പാലക്കാടിന്റെ ഗ്യാരണ്ടി മോദിജിക്ക് കൊടുക്കാനുള്ള ഒരു തുടക്കമായി മാറട്ടെ. നമ്മുടെ ഈ സംസ്ഥാന അധ്യക്ഷന്റെ NDAയുടെ ചെയർമാന്റെ കേരള പദയാത്ര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ CK പത്മനാഭജിക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയതയുടെ ശക്തിദുർഗമായിട്ടുള്ള പാലക്കാടിന്റെ മണ്ണിലേക്ക് സ്വീകരിക്കുവാൻ BJPയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വീകരിക്കുവാൻ BJPയുടെ ജില്ലാ അധ്യക്ഷനെയും ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. BJP जय जय भारत माता कन्ने केरला के इससे दीनदयाल छोड़ो जय जय भारत माता സ്വീകരിക്കാൻ വേണ്ടി യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. നമ്മുടെ സംസ്ഥാന ചെയർമാനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ വിവിധ ഘടകകക്ഷി നേതാക്കളെ ജാഥാനായകരെ മാലാർപ്പണം ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ CR സുധീർ, അഡ്വക്കേറ്റ് രഘു, ശ്രീ P നന്ദകുമാർ, അഡ്വക്കേറ്റ് രഘു, അഡ്വക്കേറ്റ് മനോജ്, ശ്രീകുമാരൻ മാസ്റ്റർ, ചന്ദാമല, ശ്രീ സുരേഷ് കോൺഗ്രസ്, ശ്രീനിവാസൻ SJD, അജയ് കുമാർ SJD,
मंडल प्रसिद्ध सुजीत जी, विजेश जी, श्री मनीष, National State Congress. തച്ചമ്പാറ പഞ്ചായത്ത് INTUC തൊഴിലാളികളുടെ ഭാരവാഹിയായിരുന്ന ശ്രീ PT രാധാകൃഷ്ണൻ തച്ചമ്പാറ എന്നിവരെ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള അംഗത്വം സ്വീകരിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു പോകുന്നു. भारत माता की, नरेंद्र मोदी की. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ CK പത്മനാഭൻ അവർ, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, ഇവിടെ NDAക്കെതിരായി മത്സരിക്കുന്ന, ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും നിങ്ങൾ അവരോട് സ്വകാര്യം ചോദിച്ചാൽ യാതൊരു രക്ഷയുമില്ല, പാർലമെന്റിലേക്ക് പോയിട്ട് ഇനി ഒരു കാര്യവുമില്ല, കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ പാർലമെന്റിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് അവരെല്ലാവരും സമ്മതിക്കുന്നത്. പിന്നെ മത്സരിക്കാൻ വേണ്ടി അവര് മത്സരിക്കുന്നതാണ്. പല സ്ഥാനാർത്ഥികളും മത്സരിച്ച് തോറ്റിട്ട് അടുത്ത തവണ നിയമസഭയിൽ മത്സരിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ഗതികേടിലേക്ക് ഇവിടുത്തെ LDFന്റെയും UDFന്റെയും നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. മോദി അത്രമാത്രം വലിയ പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നോക്കിയിട്ടല്ല, കഴിഞ്ഞ 10 വർഷം മോദി എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. മോദി ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തുടരണം, നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ പ്രയോജനം കിട്ടണം, ഈ നാട് സുരക്ഷിതമായിരിക്കണം, ഇവിടെ അക്രമങ്ങൾ ഉണ്ടാവരുത്, ഇവിടെ ഭീകരവാദികൾ തഴച്ച് വളരരുത്. ഇതൊക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം സ്വൈര ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ ഈ നഗരത്തിൽ CPM സർക്കാരിന്റെ സഹായത്തോടുകൂടി, കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി PFIയുടെ മതഭീകരന്മാർ അഴിഞ്ഞാടിയില്ല. പാലക്കാട് സഞ്ജിത്തിനെ കൊന്നു, അത് കഴിഞ്ഞ ഒടുവിൽ ശ്രീനിവാസനെ കൊലപ്പെടുത്തി. വലിയ തോതിൽ കലാപങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചത്. ശ്രീനിവാസന്റെ കൊലപാതകം അന്വേഷിച്ച ഏജൻസികൾ, സഞ്ജിത്തിന്റെ കൊലപാതകം അന്വേഷിച്ച ഏജൻസികൾ അവർ പറഞ്ഞു, രഹസ്യമായി കോടതിയിൽ സത്യവാങ്മൂലം നൽകി. എത്രയോ ആളുകളെ വകവരുത്താൻ അവർ തയ്യാറായിരുന്നു. ഈ വേദിയിലിരിക്കുന്ന പലരുടെയും വീടുകൾ നോക്കി അവർ ചെന്നു. അവരുടെ കയ്യിൽ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു. എത്രയോ ആളുകളെ കൊലപ്പെടുത്താൻ, മതസാമുദായിക നേതാക്കളെ, ജഡ്ജിമാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വകവരുത്താൻ അവർ തയ്യാറായി. നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പാലക്കാടിനും കേരളത്തിനും ഇന്ന് സമാധാനമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത്. മതഭീകരവാദികളെ അടിച്ചമർത്താൻ മോദി അല്ലാതെ വേറെ ആരുമില്ല. ഇവിടെ മാത്രമല്ല, കാശ്മീരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, നക്സൽ ഭീകരവാദം ഇന്ത്യയിലും നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുന്ന, സുരക്ഷിതത്വം തകർക്കുന്ന, സ്വൈര ജീവിതം തകർക്കുന്ന അർബൻ നക്സലിസം, മാവോയിസ്റ്റുകളെ
അർബൻ നക്സൽ കോറിഡോർ തന്നെ ഉണ്ട് ഇവിടെ. ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന, വാറങ്കൽ, അങ്ങനെ ഇങ്ങോട്ട് വന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരൊരു വലിയ കോറിഡോർ. ഈ രാജ്യത്തെ തകർക്കാൻ ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട് കണ്ടില്ലേ? മോദി വന്നതിന് ശേഷം ഒന്നുകിൽ പല ഭീകരന്മാരും ആയുധം വെച്ച് കീഴടങ്ങി, അല്ലെങ്കിൽ അവർ വകവരുന്നു. ഇവിടെ PFI പാലക്കാടുകാരാണ് പലരും, ഷൊർണൂരിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഒറ്റപ്പാലം എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു അഹങ്കാരം. ഞങ്ങള് കിടക്കുകയാണ്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരിവിടെ പരവതാനി വിരിക്കുമായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവർ തലമുക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികനെ അവർ ആക്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി ആരാണ് ആക്രമിച്ചിട്ടുണ്ടാവുക. അതേ സംഘം പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ പോയ അതേ സംഘം തന്നെയാണ് ആക്രമിച്ചത്. PFIക്കാര്. പക്ഷെ പത്രങ്ങളിൽ ഞാൻ വായിച്ചു നോക്കുമ്പോ ആരാണ് ആക്രമിച്ചെന്നുള്ള പേരില്ല. വായില്ലാത്ത മുല്ലപ്പം എന്നൊക്കെ പറയുന്ന പോലെ പേരില്ലാത്ത പ്രതിയാണ്. എന്താ പേരില്ലാത്ത പറയുന്നത്? ആളെ പേരില്ല, ഏത് പാർട്ടിക്കാരനാണെന്നില്ല. ഈരാറ്റുപേട്ടയിൽ വൈദികനെ ആക്രമിച്ചത് ഏത് സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പോലീസ് പറയുന്നില്ല, ആളെ പേര് പറയുന്നില്ല. വൈദികനെ ആക്രമിച്ചു, പ്രതി അറസ്റ്റില്ലെന്നാണ് പറയുന്നത്. പ്രതിയുടെ പേരില്ല, പാർട്ടിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പേടിയാണ് PFIയുടെ പേര് പറയാൻ. വൈദികനെ ആക്രമിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പോലീസ് കരുതുന്നത്. ഇപ്പോഴും കേരളത്തിൽ അവർ തലവെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോദി സർക്കാർ അല്ല, പിണറായി വിജയൻ സർക്കാരാണ്. മോദി സർക്കാർ അവരെ അടിച്ചമർത്തി, നടപടിയെടുത്തു, നിരോധിച്ചു. തലവെക്കാൻ സാധിക്കാത്ത വിധം അവരുടെ കേന്ദ്രങ്ങളിലെല്ലാം റെയ്ഡ് നടത്തി. പക്ഷെ റെയ്ഡ് ചോർത്തി കൊടുത്തു കേരളത്തിലെ പോലീസുകാർ. പാലക്കാട്ടും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒറ്റപ്പാലത്തും ഷൊർണൂരിലും റെയ്ഡ് നടത്താൻ വന്നപ്പോ ഇവിടുന്ന് ചോർത്തി കൊടുത്തു പോലീസുകാർ. കേരള പോലീസിൽ 5 കത്തികളുണ്ട്, PFIയുടെ ഏജന്റുമാരുണ്ട്, അവരാണ് ചോർത്തി കൊടുത്തത്. അതിനുശേഷം എന്നെ ഈ ഒരു റെയ്ഡും കേരള പോലീസിനെ അറിയിക്കുന്നില്ല. കേരള പോലീസിനെ അറിയിക്കുന്നതിനേക്കാളും നല്ലത് ഏഷ്യാനെറ്റിൽ വാർത്ത കൊടുക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടുത്തെ നാടിന്റെ അവസ്ഥ. ഇതിന് പരിഹാരം കാണാൻ ജനങ്ങൾ ആഗ്രഹിച്ചത് മോദിയുടെ സർക്കാർ വീണ്ടും വരണം. അഴിമതി സാർവത്രികമാണ് കേരളത്തിൽ. ചോദ്യം ചെയ്യാൻ ആളില്ല. അവർ പറയുന്നു മോദിയുടെ ആൾക്കാർ വരണം. പിണറായി വിജയന്റെ അഴിമതി, കൊള്ള, മാസപ്പടി, തട്ടിപ്പ്, വഞ്ചന, മകള്, മകൻ, മരുമകൻ, എല്ലാം മകളെ നിനക്ക് വേണ്ടി. ചോദ്യം ചെയ്യാൻ ആരാ ഉള്ളത്? കണ്ടില്ലേ 2 ചർച്ചകൾ ഇന്നലെ സമരാഗ്നികാർ കണ്ടില്ലേ? പ്രസിഡന്റ് പറയുകയാണ് പ്രതിപക്ഷ നേതാവിനെ പറ്റി. എനിക്ക് ആ വാക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. 2 ആഴ്ച മുമ്പ്, ഒരു മാസം മുമ്പ് വാർത്താ സമ്മേളനം നടത്തുമ്പോ ഇതേ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിനോട് കാണിച്ചത് നമ്മൾ കണ്ടു. ഇവരാണോ CPMന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ? ഈ സതീശനും ഈ സുധാകരനും നടന്നുന്ന ഈ കമ്പനിക്ക് പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ, പിണറായി വിജയന്റെ വർഗീയതക്കെതിരെ, പിണറായി വിജയന്റെ വിനാശകരമായ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചുക്കും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾ എത്ര പരിഹാസത്തോടു കൂടിയാണ് കോൺഗ്രസിനെ കാണുന്നത്. ഈ സതീശനും സുധാകരനും ചേർന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പിണ്ഡം വെക്കുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും തന്നെ സംശയമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് നാമാവശേഷമാവും കേരളത്തിൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോലെ കോൺഗ്രസ് നാമാവശേഷമാവും. ആ കോൺഗ്രസിനെ എന്തിനാണ് വിഴുപ്പ് ബാണ്ഡം നമ്മൾ മലയാളികൾ ചുമക്കുന്നത് കേരളത്തിൽ? ഇവിടെ ഇലക്ഷന്റെ പേരുകൾ കേൾക്കുന്നു. ശ്രീകണ്ഠനെതിരെ വരുന്നത് നമ്മുടെ CPMന്റെ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് വിജയരാഘവൻ. ഈ വിജയരാഘവൻ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ല? ആന്ധ്രയിൽ 38 ഞങ്ങൾ കിട്ടും, തമിഴ്നാട്ടിൽ 39 ഞങ്ങൾ കിട്ടും, കർണാടകയിൽ 16 ഞങ്ങൾ കിട്ടും. അങ്ങനെ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 319 സീറ്റ് അവർക്ക് തന്നെ കിട്ടും. എണ്ണി നോക്കുമ്പോൾ 2 സീറ്റ്.
എന്നിട്ട് പറയുന്നത് ഞങ്ങൾ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നിർത്തിയിരിക്കുകയാണെന്നാണ്. ആരാ പ്രഗത്ഭർ? കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് തോറ്റ ആളെ ഇപ്പൊ പാലക്കാട് കൊണ്ടുവരുന്നു. ഇതാണ് പ്രഗത്ഭർ. കഴിഞ്ഞ തവണ കോഴിക്കോട് നിന്ന് തോറ്റ ആള് പാലക്കാട് വരുന്നു. ഈ കേരളം മുഴുവൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഈ പാലക്കാട് അടക്കം കഞ്ചിക്കോട്ട് ഓർമ്മയില്ലേ, മലബാർ സിമന്റ്സിലെ കേസ് അടക്കം കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് ഒത്തു കളിച്ച ആളെ കോഴിക്കോട് കൊണ്ടുവന്നു. വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയാണ്. കൃഷ്ണകുമാർ പറഞ്ഞല്ലോ എന്താ സ്ഥിതി, കഞ്ചിക്കോട്ടെ വ്യവസായം എവിടെ പോയി? 2 ഇരുമ്പ് ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, എന്താ അതിന്റെ അവസ്ഥ ഇപ്പോ? കേരളത്തിലെ ഗവൺമെന്റ് വ്യവസായങ്ങൾ തുടങ്ങാൻ എന്ത് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ പോയാൽ മതി. ഞങ്ങൾക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് സ്റ്റാലിനുമായിട്ട്. മോദി സ്റ്റാലിനും 2 ധ്രുവങ്ങളും നിൽക്കുന്നവരാ. പക്ഷെ പാലക്കാട് നഗരവും കോയമ്പത്തൂർ നഗരവും നിങ്ങൾ പോയി നോക്ക്. പാലക്കാട് നഗരം വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി, കോയമ്പത്തൂർ നഗരം വ്യവസായങ്ങൾ കുമിഞ്ഞുകൂടുന്നു. രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ വേറെ, പക്ഷെ കേരളത്തിൽ അനന്തമായ സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്ന് കട്ട് മുടിച്ച് നാട്ടുകാരെ ദ്രോഹിച്ച് മാസപ്പടി വാങ്ങി ഇത്രയും ഒരു നാറിയ ഗവൺമെന്റ്. കോൺഗ്രസിന് ഒരു കാര്യം അവർക്കെതിരെ ചെയ്യാൻ കഴിയില്ല. മാസപ്പടിയുടെ കണക്ക് ചോദിക്കുമ്പോ പിണറായി വിജയനും മകളും മാത്രമല്ല, ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും റായും കുഞ്ഞും എല്ലാവരും വാങ്ങിയിരിക്കുകയാണ്. ആർത്തി പണ്ടാരങ്ങൾ ഖജനാവ് കൊള്ളയടിക്കുന്നതിൽ, മാസപ്പടി വാങ്ങുന്നതിൽ, അഴിമതി നടത്തുന്നതിൽ എല്ലാം വർഗീയ പ്രീണനം നടന്നു. ഈ 2 കൂട്ടരും ഒരുപോലെയാണ്. ഒരേ ഒരു പ്രതീക്ഷയെ മലയാളിക്ക് ഇനി ബാക്കിയുള്ളൂ. അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ മാത്രമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ കരസ്പർശം, കരുതൽ, സ്നേഹം എംപിമാരില്ലെങ്കിലും കേരളത്തോടുണ്ട്. എംപിമാരുടെ 10 വർഷം സുവർണകാലമായിരുന്നു. ഇല്ലെങ്കിൽ കാണാമായിരുന്നു പിണറായി വിജയന്റെ ഗതി. പട്ടിണി കിടന്ന് ചാകുമായിരുന്നു കേരളം. ശമ്പളം മുടങ്ങുമായിരുന്നു കേരളത്തിൽ. റേഷനറി മുടങ്ങുമായിരുന്നു. ഏതോ വൃത്തികെട്ടവന്മാരെ സ്വർണ്ണം എവിടെയോ ഭാരത് റൈസ് തടഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏലപ്പുള്ളി ചോന്ന കെട്ടുകാർ, നിലം കെട്ടുകാർ. എടാ, ചോന്ന കെട്ടുകാരൊക്കെ ഈ അറബിക്കടലിലേക്ക് ചവിട്ടി താഴ്ത്താൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നല്ല 1-ാം തരം അരി 29 ഉറുപ്പ്യക്ക് ഭാരത് അരി ഇവിടെ കൊണ്ട് വിൽക്കുമ്പോ ചോന്ന കെട്ടുകാരൊക്കെ നോക്കൂലി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു. ചോന്ന കെട്ടുകാരെ കൊണ്ട് തടയിക്കുന്നതാ. കാരണം മോദി 29 രൂപയുടെ അരി ഈ നാട്ടിൽ വിൽക്കുമ്പോ ഇവർക്ക് സഹിക്കില്ല. കാരണം 50 ഉറുപ്പ്യയുടെ അരിക്ക് കരാറാക്കി വന്നവരാണ് ഇവര്. ആന്ധ്ര അരി ലോബിയുമായി ചേർന്ന് കേരളത്തിലേക്ക് അരി കടത്താൻ സഹായിക്കാനല്ല. 16-17 ഉറുപ്പ്യ ലാഭം പാവപ്പെട്ടവന് കിട്ടുമ്പോ അത് തടയുന്നത് എന്തിനാണ്? അരി ഇറങ്ങുന്നാ പറയുന്നത്. ഏത് കാലത്ത് ഇറങ്ങും സഖാവേ? മറ്റേ MM മണി പറഞ്ഞിരുന്നു, ഞങ്ങളെ ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവന്ന് അവനെ കുത്തി കൊടുക്കുന്നു. ക്യൂബക്കാർക്ക് വാക്സിൻ കയറ്റി വെച്ചത് മോദിയുടെ സർക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അരി ഒരു കാലത്തും വരില്ല. ഗണപതി കല്യാണം പോലെയാണ് അരി. കോഴിക്ക് മുല വരുന്നത് പോലെയാണ് അരി. ഒരു കാരണവശാലും അരി വരില്ല. മോദിയുടെ അരി വാങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് എടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. കേരള പദയാത്രയെ പറ്റി ധാരാളം നുണപ്രചരണം നടക്കുന്നുണ്ട്. കേരള പദയാത്രയുടെ പാട്ട് തെറ്റിപ്പോയി. അയ്യോ, ഇവർക്ക് എന്താ ഇത്ര വേവലാതി. കേരള പദയാത്രയുടെ ഒരു വരി പാട്ട് തെറ്റി BJPയെ നന്നാക്കാൻ നടക്കുകയാണല്ലോ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും CPM-ഉം കോൺഗ്രസും ഒക്കെ. ഞങ്ങളൊരു വരി പാട്ട് മാറിപ്പോയി. 2013 പാട്ട് 2024 എങ്ങനെ വന്നു? CBI അന്വേഷണം. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കേരള പദയാത്രയെ ഇങ്ങനെ കൂലങ്കഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? പട്ടികജാതി നേതാക്കന്മാരോടൊപ്പം BJP-ക്കാർ ഭക്ഷണം കഴിച്ചു. എന്തെത്ര വലിയ കുറ്റാണോ? പട്ടികജാതി നേതാക്കന്മാരായിട്ടുള്ള സംഘടനാ നേതാക്കന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഇത്ര അപരാധമാണോ? മുഖ്യമന്ത്രിക്കാവാം. മുഖ്യമന്ത്രി SC ST എന്ന് പ്രത്യേക രീതിയിൽ എഴുതി. ഞങ്ങൾ എഴുതിയത് പട്ടികജാതി പട്ടികവർഗം. മൂപ്പർ ഇംഗ്ലീഷിൽ എഴുതി, വിദേശ പ്രത്യയശാസ്ത്രമാണ്. നമ്മൾ മലയാളത്തിൽ എഴുതിയപ്പോ അത് എന്താ പറയാ ബർമുട ഓരിട്ടാല്. നമ്മളിട്ടാല് ഈ SC ST എന്ന് പറയുന്നത് തന്നെയാണ് ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ. അവരോടൊപ്പം ഞങ്ങൾക്ക് പ്രാഥമിക കഴിച്ചാൽ വലിയ കുഴപ്പം. പിണറായി വിജയൻ അവരെ ഒറ്റക്ക് മുറിയിലിരുത്തി
പത്രക്കാരെയൊക്കെ അടിച്ചു പുറത്താക്കി. ഞാൻ പത്രക്കാരെയൊന്നും അടിച്ചു പുറത്താക്കിയിട്ടില്ല. ഞാൻ SC/ST നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ എത്തിയിട്ടാണ് ഞാൻ കഴിച്ചത്. മൂപ്പർ മെല്ലെ എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കിയിട്ട് അതിനൊരു കുഴപ്പമില്ല. പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യം ജിഹാദികളും ഈ സൈബർ ഗുണ്ടകളും ഞങ്ങളെ എത്രമാത്രം വിമർശിക്കുന്നുണ്ടോ അത്രമാത്രം കേരള പദയാത്ര കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് മോദിയുടെ ഗ്യാരണ്ടി പ്രചരിപ്പിക്കുന്ന പദയാത്രയാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. 27-ാം തീയതി പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഈ പദയാത്ര സമാപിപ്പിച്ചാലും ഈ സ്നേഹയാത്ര തുടരുക തന്നെ ചെയ്യും. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും നെൽകർഷകരുടെയും തൊഴിലാളികളുടെയും ഇവിടുത്തെ എല്ലാ സാധാരണ മനുഷ്യരുടെയും വീടുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് കേരള പദയാത്ര പോകും. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും പോകും. ഇത്തവണ NDA ആയിരിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി എന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ തെളിയിക്കും. അതിന് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. മോദി ഭാരതം എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനമാണ്. അതിനുവേണ്ടി പാലക്കാട് സംഗീത മേഖലയിലേക്ക് ശ്രീ പ്രകാശ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Alex Matthew, Alex Joey, James George, Yogi Gurian, Chichu PK, Unimon, Jijo, Richu, Munir K, Patros, Noli, Jain, Shibu, Shaji, Zarif, Jibin. അടുത്ത ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിജി വിൻസെന്റ്, അലക്സ് മാത്യു, അലൻ ജോളി, ജെയിംസ് ജോൺ, ജോസി കുര്യൻ, ചിഞ്ചു PK, കുഞ്ഞുമ, ജിജോ, മുനീർ K, പത്രോസ്, ജോളി, ജെയിൻ, ഷിബു, സജി, ഷാജി, ബിജു, ജെറീഫ്, ജിബിൻ, സാബു, അന്നമ. അടുത്തതായി ഈ പദയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിരുന്ന ശ്രീ CK പത്മനാഭൻ എന്ന സ്വന്തം CKP ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ C. കൃഷ്ണകുമാർ. അപ്പൊ രണ്ട് ശൈലികൾ രാമമന്ത്രവും കൃഷ്ണതന്ത്രവും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ ഞങ്ങൾ വളർത്തിയെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ പാണ്ഡവ പക്ഷം വിജയിച്ചത്. അതുകൊണ്ടാണ് ധർമ്മപുത്രന്റെ ഒന്നിൽ ഞാൻ ഒരു ഭാഗത്ത് നിൽക്കും, എന്റെ സൈന്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്. ഏതാണ് പറഞ്ഞത്? പാണ്ഡവ പക്ഷം പറഞ്ഞു ഭഗവാൻ, നിങ്ങൾ ഒരാൾ മതി ഞങ്ങളുടെ കൂടെ.
കൗരവന്മാർ പറഞ്ഞു, കൃഷ്ണ ആ നാരായണീയ സൈന്യത്തെ മുഴുവൻ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളുടെ കൂടെ അണിനിരക്കാൻ എന്ന്. ഇതാണ് അതിന്റെ തന്ത്രം. അതുകൊണ്ടാണ് കൃഷ്ണൻ നിങ്ങൾ യുദ്ധക്കളത്തിൽ കണ്ടു കാണും. നമ്മുടെ പദയാത്ര ആരംഭിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാധനായ ശ്രീ കെ പത്മനാഭൻ അവർ നമ്മുടെ സ്വന്തം പത്രക്കാർ ഇന്ത്യയുടെ ജില്ലാ ഘടകത്തിന്റെ ഒഴിവാക്കപ്പെടുന്നു. ഈ പരിപാടിയെ പ്രസംഗിച്ച ശ്രീ കൃഷ്ണകുമാർ അവർ, സ്വാഗതം ഹരിദാസ്, ഇന്ത്യയുടെ മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും ഇന്ത്യയുടെ ജില്ലാ ഘടകത്തിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും പദയാത്രയിൽ പങ്കെടുക്കണം. പദയാത്ര വലവപ്പോഴാണ് അവസാനിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ ചടുലതയിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം ആരംഭിച്ചത് പ്രസ്ഥാനത്തിന്റെ സമരങ്ങൾ നടത്തിയ സമരനായി ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുമ്പോൾ കേരളവും മാറും, കേരളം കാവിയണിയും. മോദിയുടെ ഗ്യാരണ്ടി സുരേന്ദ്രനിലൂടെ നടപ്പാക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുവാനിതാ സമയമായിരിക്കുന്നു. കേരളത്തിൽ താമര മുകുളങ്ങൾ പൂത്തുലയുന്ന സുവർണ കാലഘട്ടം സമാഗതമായിരിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന പാഞ്ചജന്യ സംഘനിനാദം ഫൈറ്റർ ഇതാ കടന്നു വരുന്നു. കള്ളവോട്ടുകൾ കൊണ്ട് പിന്നിൽ നിന്നും ചതിച്ചു വീഴ്ത്തിയ മുന്നണികൾക്കെതിരെ കള്ളവോട്ട് നടന്നു എന്ന നിയമത്തിന്റെ മുൻപിൽ തെളിയിക്കും.
കേരളത്തിലെ വിശ്വാസ സംരക്ഷണ പോരാട്ടങ്ങളിലെ മുന്നണി പോരാളി ലോകസഭാ കേരളത്തിന്റെ സമരമായിരുന്നു ഇതുവരെ കടന്നു വരുന്നത്. ഈ പദയാത്രയുടെ സമാപനം 27-ാം തീയതി അഭിമരിപ്പിച്ചുകൊണ്ട് 20 ലോകസഭാ മണ്ഡലങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പാലക്കാടിന്റെ രാജ്യവീതിയിലൂടെ ഈ മണിപ്പാതയിലൂടെ ഇതുവഴി കടന്നിരിക്കുകയാണ്. ഈ ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന BJP സംസ്ഥാന അധ്യക്ഷൻ പി. ശ്രീധരൻ നയിക്കുന്ന ആരംഭിച്ചു.
വലതുപക്ഷങ്ങൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും എല്ലാം വിളയാടിയപ്പോൾ അതിനെതിരെ തന്റെ ഉറച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ ചടുമതിയാക്കൽ കേരളത്തിൽ താമരങ്ങൾ പൂത്തുലയുന്ന സുവർണ കാലഘട്ടം സമാഗതമായിരിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന ഭരണാധികാരികൾ അധികാരത്തിന്റെ ഹുങ്കും ഗർഭം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല സ്വാമി അയ്യപ്പന് വേണ്ടി ശരണം വിളിച്ചതിന്റെ പേരിൽ ശബരിമല സന്നിധാനത്തേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തിയപ്പോൾ പോലീസ് വളഞ്ഞു വെച്ച് നൂറുകണക്കിന് കള്ളക്കേസുകൾ ചുമത്തി കാരാഗ്രഹത്തിന്റെ ഇരുളറുകളിൽ തളയ്ക്കുവാൻ ശ്രമിച്ചിട്ടും ആ പോരാട്ട നായകൻ ആ കാരാഗ്രഹത്തെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ അമ്മമാരെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിലെ വിശ്വാസ സന്നിധാനത്തേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തിയപ്പോൾ പോലീസ് നൂറുകണക്കിന് കള്ളക്കേസുകൾ ചുമത്തി കാരാഗ്രഹത്തിന്റെ ഇരുളറകളിൽ തളയ്ക്കുമെന്നുറക്കെ വിളിച്ചു പറയുവാനില്ല സമയമായിരിക്കുന്നു. കേരളത്തിൽ താമരങ്ങൾ കൂട്ടുകയും ആരംഭിച്ചവൻ യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന കേരളത്തെ ത്രസിപ്പിക്കുന്ന സമരങ്ങൾ നടത്തിയ സമരനായകൻ ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുമ്പോൾ കേരളവും മാറും, കേരളം കാവികളെയും മോദിയുടെ ഗ്യാരണ്ടി സുരേന്ദ്രനോട് നടപ്പാക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുവാനിത സമയമായിരിക്കുന്നു. കേരളത്തിൽ താമരമുകുളങ്ങൾ പൂത്തുലയുന്ന സുവർണ കാലഘട്ടം സമാഗതമായിരിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന പാഞ്ചജന്യ ശംഖനിനാദം ഈ മണ്ണിൽ ഉറക്കെ മുഴക്കുവാനിത നമ്മുടെ സമരനായകൻ, നമ്മുടെ പോരാളി, നമ്മുടെ മെഗാ ഫൈറ്റർ ഇതാ കടന്നു വരുന്നു. കള്ളവോട്ടുകൾ കൊണ്ട് പിന്നീടും ചതിച്ചു വീഴ്ത്തിയ മുന്നണികൾക്കെതിരെ
ഒന്നും നോക്കാതെയുള്ള പിന്തുണ. ആ പിന്തുണ നൽകിക്കൊണ്ട് പാലക്കാടിന്റെ വികസനം മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാൻ, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമാപന പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായ ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരികുമാർ അവർകളെ സവിനയം ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരിദാസ് ജി, ജനുവരി 27-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള പദയാത്ര നയിക്കുന്ന NDAയുടെ സംസ്ഥാന ചെയർമാനും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ ജി, ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ജി, പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ, ബിജെപിയുടെ മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എടുക്കുവാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും കാലം അവർ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെ സുരേന്ദ്രൻജി കാസർഗോഡ് നിന്ന് മത്സരിച്ചു മഞ്ചേശ്വരത്ത്. എത്ര വോട്ടിനാ തോറ്റത്? അപ്പൊ ഇപ്പോൾ LDFന്റെ വിജയരാഘവനെയാണോ അതോ കോൺഗ്രസിന്റെ പഴയ MP ആണോ ശ്രീ ശ്രീകണ്ഠൻ, അദ്ദേഹത്തെയാണോ വിജയിപ്പിക്കേണ്ടത്? ഇവർ പോയിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദിക്ക് പ്രിയമുള്ളവരെ, കേരള പദയാത്രയുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം അവസാനിക്കുന്ന ഈ വൈകിയ വേളയിൽ വിശദമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ശിവസേനയുടെ അധ്യക്ഷൻ ഹരികുമാർജി ചുരുങ്ങിയ വാക്കുകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മുടെ മുമ്പിൽ വെച്ചു കഴിഞ്ഞു. ഈ പദയാത്ര സമാപിക്കുന്നത് കഴിയുമ്പോൾ ഉടനെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ വിധി എഴുതണം എന്നുള്ളതിനെ കുറിച്ചുള്ള സുചിന്തിതമായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ടാണ്, അഭ്യർത്ഥനയുമായിട്ടാണ് കേരള പദയാത്ര മുമ്പോട്ട് പോകുന്നത്. ഇവിടെ രണ്ട് മാതൃകകളാണുള്ളത്. ഒന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണത്തിന്റെ ഉദാത്തമായ മാതൃക. ആ മാതൃക അഴിമതിരഹിതമായ ഭരണത്തിന്റെ മാതൃകയാണ്, വികസനോന്മുഖമായ ഭരണത്തിന്റെ മാതൃകയാണ്, യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാത്ത ഒരു വികസനത്തിന്റെ മാതൃകയാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി, എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കി, സ്വാർത്ഥ ലാഭമില്ലാതെ ജനക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും സർക്കാരും അതാണ് NDA സർക്കാർ. രണ്ടാമത്തെ മാതൃക LDFന്റെയും UDFന്റെയും സമാനമായ മാതൃകയാണ്. ആ മാതൃക ദുർഭരണത്തിന്റെ മാതൃകയാണ്, ജനവിരുദ്ധ നയങ്ങളുടെ മാതൃകയാണ്, അഴിമതി ഭരണത്തിന്റെ മാതൃകയാണ്, വർഗീയ പ്രീണനത്തിന്റെ ഉദാഹരണമാണ്. സർവത്ര കൊള്ള ചെയ്യുന്ന, കവർച്ച ചെയ്യുന്ന ഒരു സർക്കാരാണ് LDFനും UDFനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ രണ്ടിലേത് വേണം? മോദിയുടെ മാതൃക വേണോ, അതല്ല LDFന്റെയും UDFന്റെയും മാതൃക വേണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ശരിയായി പ്രതികരിച്ചാൽ കേരളത്തിന് രക്ഷയുണ്ട്, കേരളത്തിന്റെ വികസന പ്രതിസന്ധിക്ക് പരിഹാരമാവും, കേരളത്തെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാനാവും, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും, കേരളത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാവും, കേരളത്തിലെ കർഷകരുടെ കണ്ണുനീർ വറ്റും, കേരളത്തിൽ സമഗ്രമായ പുരോഗതി, അഭിവൃദ്ധി ഉണ്ടാകും മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു കേരളമാണെങ്കിൽ. മോദിയെ തമസ്കരിക്കുമ്പോൾ കേരളത്തിന് മാത്രമായിരിക്കും നഷ്ടം, BJPക്കോ മോദിക്കോ ഒരു നഷ്ടവും ഉണ്ടാവില്ല.
കേരളത്തിലെ ജനങ്ങൾ സ്വയം ആ നഷ്ടം ഏറ്റെടുക്കണോ, അതല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പുരോഗതിയുടെ നല്ല നാളെയിലേക്ക്, പുതിയ കേരളത്തിലേക്ക്, നമ്മുടെ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളം നമുക്ക് വീണ്ടെടുക്കണോ എന്നുള്ള ചോദ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത്. ഉറപ്പുണ്ട് എല്ലാവരും ഇത്തവണ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കും. കേരളം BJPക്ക് ബാലികേറ മലയല്ല, മോദിക്ക് ബാലികേറ മലയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. പിണറായി വിജയന്റെ കൊള്ള, അഴിമതി, മക്കൾ എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിനെതിരെ ആരാണ് അപ്പുറത്തുള്ളത്? VD സതീശനും സുധാകരൻ വിളിക്കുന്നത് ഹലോ മൈ ഡിയർ സതീശൻ എന്നാണ്. സതീശൻ വിളിക്കുന്നത് ഹലോ ഡബിൾ മൈ ഡിയർ സുധാകരൻ എന്നാണ്. ഇത് ആ രണ്ട് പദപ്രയോഗങ്ങൾ തന്നെ കണ്ടാൽ മതി. ആ പാർട്ടികളെ ഈ രാജ്യത്തെ ജനങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു ലീഗുകാരനെ ഞാൻ ട്രെയിനിൽ കണ്ടു. ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെയും വെച്ച് ഞങ്ങളെ UDF എത്ര കാലം പോകുമെന്നുള്ള കാര്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്നാണ് ഒരാള് തീവണ്ടിയിലിരുന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് സത്യം. ലീഗുകാർക്ക് പോലും സംശയമായി ഇവരന്മാരെ വെച്ചിട്ട് എങ്ങനെ UDF കൊണ്ടുപോകും. നോക്കൂ നിങ്ങൾ, AK ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെയൊക്കെയുള്ള K കരുണാകരൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇരുന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും നിരുത്തരവാദപരമായ പ്രതിച്ഛായ, ഒരു കേരളത്തിന്റെ ചാമ്പ്യൻ ആവാൻ നോക്കുന്ന ഒരു തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ സതീശനും സുധാകരനും ഒക്കെ ചേർന്ന് ഈ മൈ ഡിയർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇത്രയും രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ല. അതുകൊണ്ട് ആ കോൺഗ്രസിനെ പ്രതീക്ഷിച്ച് ഇനി കേരളത്തിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചാൽ കേരളം ഇല്ലാതാകുമെന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണ്. CPMന്റെ ഒരു അഴിമതിയെയും എതിർക്കാൻ ത്രാണിയില്ലാത്തൊരു പാർട്ടിയാണ്. CPMന്റെ എല്ലാ അഴിമതികളുമായും സന്ധി ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പിണറായി വിജയനും VD സതീശനും പങ്ക് കച്ചവടക്കാരാണ്. അവർ എല്ലാ കവർച്ചയിലും പരസ്പരം സഹായിക്കുന്നവരാണ്. അവർ ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയക്കാരാണ്. അവരെ ഇനി ഇവിടെ പരീക്ഷിച്ചാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ വഴിയാധാരമാകും. അതുകൊണ്ടാണ് വിശ്വാസ്യതയുള്ള നേതൃത്വം, നരേന്ദ്രമോദിയുടെ നേതൃത്വം, അഴിമതിയില്ലാത്ത നേതൃത്വം, നല്ല ഭരണം കാഴ്ചവെച്ച നേതൃത്വം, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ, ആ NDA സർക്കാർ അത് കേരളത്തിലും ഉണ്ടാവണം. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം, കേരള പദയാത്രയുടെ സന്ദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളം. അതുകൊണ്ടാണ് കേരള പദയാത്രയ്ക്കെതിരെ കുപ്രചരണങ്ങളുമായി LDFും UDFും ചാനലുകളും സൈബർ ഗുണ്ടകളും എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. അവരോട് ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ: കുറുനരികൾ വഴി നീളം ഓരിയിടുക. ഞങ്ങളുടെ യാത്രാ സംഘം മുന്നോട്ട് തന്നെ, നരേന്ദ്രമോദിയുടെ യാത്രാ സംഘം മുന്നോട്ട് തന്നെ, കേരളം കീഴടക്കി മുന്നോട്ട് തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി.